ഇനി നമുക്ക് നോക്കേണ്ടത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതിലാദ്യം എന്താണ് ട്രെയിനിങ്? ട്രെയിനിങ്ങിന്റെ മലയാളം പരിശീലനം എന്നാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽ. ഒരാളുടെ നോളജും സ്കില്ലും ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി എന്നാൽ എന്താണ് ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അതായത് ഒരാളിൽ കുറേ കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കിയെടുക്കുകയും വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കുകയും കൂടാതെ അയാളുടെ എൻറ്റയർ ലൈഫിൽ ഒരു വളർച്ച ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. അതിലാദ്യം ബെനിഫിറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? വെരി ഫസ്റ്റ് വൺ, ട്രെയിനിങ് ഈസ് എ സിസ്റ്റമാറ്റിക് ലേണിംഗ്. ട്രെയിനിങ്ങിലൂടെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. കാര്യം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവിടുത്തെ ലേണിംഗ് ട്രെയിനിങ് നടക്കുന്ന, കൃത്യമായ ഷെഡ്യൂൾ വൈസ് ആണ് അവിടെ കാര്യങ്ങൾ നടക്കുക. സെക്കൻഡ് വൺ, ഇറ്റ് എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് പരമാവധി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് വൺ, ട്രെയിനിങ് എക്വിപ്സ് ദ ഫ്യൂച്ചർ മാനേജേഴ്സ് ഹു ക്യാൻ ടേക്ക് ഓവർ ഇൻ കേസ് ഓഫ് എമർജൻസി. അതായത് എന്തെങ്കിലുമൊക്കെ എമർജൻസീസ് വരുമ്പോൾ എങ്ങനെയാണ് ആ വിഷയങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മാനേജേഴ്സിന് കൃത്യമായൊരു ഐഡിയ ട്രെയിനിങ്ങിലൂടെ ലഭിക്കും. ആൻഡ് ഫോർത്ത് വൺ, ട്രെയിനിങ് ഇൻക്രീസ് ദ എംപ്ലോയി മൊറൈൽ. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ധൈര്യത്തോടു കൂടി, കൂടുതൽ ആത്മവീര്യത്തോടു കൂടി, കാരണം അവർക്ക് ട്രെയിനിങ് ലഭിച്ചിരിക്കുകയാണ്, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അവർക്ക് ഓരോ വിഷയങ്ങളിൽ ഇടപെടാനായിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ, റെഡ്യൂസ് ആബ്സെൻറ്റിസം ആൻഡ് എംപ്ലോയി ടേൺ ഓവർ. എംപ്ലോയീസിൻ്റെ ആബ്സെൻറ്റീസം, അതായത് അവർ സ്ഥിരമായി വരാതിരിക്കുക, അതുപോലെ തന്നെ അവരുടെ കൊഴിഞ്ഞു പോക്ക്, അവരുടെ ടേൺ ഓവർ, അവർ ബിസിനസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്, ഇതൊക്കെ നമുക്കൊരു പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് ദ എംപ്ലോയീസ് ആണ് നോക്കേണ്ടത്. എംപ്ലോയീസിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇംപ്രൂവ് സ്കിൽ ആൻഡ് നോളജ്. നമുക്കറിയാം എംപ്ലോയീസിൻ്റെ സ്കില്ലും നോളജും ഇംപ്രൂവ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഇൻക്രീസ് ദ പെർഫോമൻസ് ബൈ ദ ഇൻഡിവിജ്വൽ ഹെൽപ്പ് ഹിം ടു ഏൺ മോർ. അതായത് ഇത്തരത്തിൽ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രെയിനിങ് കിട്ടി, അവർ കൂടുതൽ പെർഫോമൻസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് അവരുടെ ഏർണിങ്സും അവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കും. തേർഡ് വൺ, ട്രെയിനിങ് മേക്സ് ദ എംപ്ലോയി മോർ എഫിഷ്യൻറ്റ് ടു ഹാൻഡിൽ ദ പ്രോബ്ലംസ്. അതായത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അനദർ വൺ, ട്രെയിനിങ് ഇൻക്രീസ് ദ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൈൽ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും അവരുടെ മൊറൈൽ, അവരുടെ ആത്മധൈര്യവും ഒക്കെ വർദ്ധിക്കുന്നു. ഇത്രയുമാണ് ട്രെയിനിങ് കൊണ്ടുള്ള എംപ്ലോയീസിനുള്ള അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഡിഫറൻസ്? നമുക്ക് ആ ചാർട്ട് നോക്കാം, അല്ലെങ്കിൽ ആ ടേബിൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ട്രെയിനിങ്ങിൻ്റെ മീനിങ്, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കില്ലാണ്, നാം നേരത്തെ പറഞ്ഞതാണ്. ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നോക്കാം, ട്രെയിനിങ്ങിലൂടെ ഇറ്റ് എനേബിൾസ് ദ എംപ്ലോയി ടു ഡു ദ ജോബ്. ഇവിടെ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരു എംപ്ലോയിയെ കൊണ്ട് ജോബ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് കഴിവുറ്റതാക്കി മാറ്റുക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഡെവലപ്മെന്റിൽ ഇറ്റ് ഈസ് ടു ഇനേബിൾ ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് ദ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ഓവറോൾ ഗ്രോത്ത്, അയാളുടെ എൻറ്റയർ ലൈഫിലെ അയാളുടെ ഓവറോൾ ഗ്രോത്ത് ആണ് ഡെവലപ്മെന്റ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അടുത്ത തേർഡ് വൺ നമുക്ക് നോക്കാം. ഇവിടെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ജോബ് ഓറിയന്റഡ് പ്രോസസ്സാണ്, എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കരിയർ ഓറിയന്റഡ് പ്രോസസ്സാണ്. അതായത് ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഡെവലപ്മെന്റ്. അതായത് നാം ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത്, ട്രെയിനിങ് എന്നത് ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ജോബ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ തന്നെ മൊത്തത്തിലുണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ് വരുന്നത്.